Hello my dear fabulous people, welcome back to our YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എന്റെ സ്കിൻ കെയറിൽ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനാണ്. കാരണം എന്റെ സ്കിൻ ടോൺ എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പിഗ്മെന്റഡ് ആയിരുന്നു, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു, ലിപ്സ് പിഗ്മെന്റഡ് ആയിരുന്നു. ആൻഡ് എന്റെ ബോഡിയുടെ നിറം എന്ന് പറയുമ്പോൾ എന്റെ കയ്യിലോ കാലിലെ നിറമോ ആയിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു, ഭയങ്കര പിഗ്മെന്റഡ് ആയിരുന്നു. ആൻഡ് ഞാൻ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമുക്ക് DIY റെമഡീസിൽ തന്നെ നമുക്ക് എപ്പോഴും ചെയ്യാനായിട്ട് ടൈം കിട്ടില്ല. അപ്പൊ ഞാൻ ട്രൈ ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. മെയിൻ ആയിട്ട് ഞാനൊരു പ്രോഡക്റ്റ് ഓൾറെഡി അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കയറി കണ്ടു നോക്കുക. ആൻഡ് ബാക്കി പ്രോഡക്ട്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ ഞാൻ പറയുന്നത് ലിപ് കെയറിനെ കുറിച്ചാണ്. നിങ്ങളെ പോലെ തന്നെ പ്രോപ്പറായിട്ട് ലിപ് കെയർ ചെയ്യാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു ലിപ്സ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ നോർമലി SPF എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ലിപ്സിനും വേണം. അത് മാത്രമല്ല എനിക്ക് ലിപ് ബാം ഇടുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് ലിപ് ബാം ഞാൻ യൂസ് ചെയ്യില്ലായിരുന്നു. ലിപ് ബാം യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ലിപ്സ് പിഗ്മെന്റഡ് ആയി. ലിപ്സ് ഡ്രൈ ആവുമ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ നോർമലി ആക്കത്തില്ല, അതുപോലെയൊക്കെയാണ് ആക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ലിപ്സ് ഡ്രൈ ആയിട്ട് പിഗ്മെന്റഡ് ആവാനും കാരണമായി. കഴിവതും നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ വിഷ് കെയറിന്റെ ലിപ് ബാം ആണ്. ഈ ഒരു ലിപ് ബാം ഇത് നമ്മുടെ ലിപ്സിലെ പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഹൈപ്പർ പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ഉള്ളവർ ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സ്മോക്ക് ചെയ്തിട്ടും ഒക്കെ ലിപ്സ് ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ടുള്ളവർക്കും ഇത് ഹെൽപ്ഫുൾ ആണ്. ഹൈ ലിപ്സ് ഉള്ളവർക്കും ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് എനിക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വെച്ചാൽ ഇതിൽ കോജിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ലിപ്സിന്റെ പിഗ്മെന്റേഷൻ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെറമൈഡ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ലിപ്സ് എപ്പോഴും മോയ്സ്ചേർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ്. അതുപോലെ നിയാസിനമൈഡ് ഉണ്ട്, SPF ഉണ്ട്. SPF ഉള്ളതുകൊണ്ട് സൺ എക്സ്പോഷർ ഉണ്ടായാലും നമ്മുടെ ലിപ്സിൽ അതിന്റെ UV റേസിന്റെ ഒന്നും ഇതില്ലാതെ പിഗ്മെന്റേഷൻ വരുന്ന റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ പ്രോഡക്റ്റ് ഹെൽപ്ഫുൾ ആണ്. ടിൻറ്റഡും ഉണ്ട്, നോൺ ടിൻറ്റഡും ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന ഏതാണോ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ പിൽഗ്രിമിന്റെ ഈ പീലിംഗ് സൊല്യൂഷൻ ആണ്. ആക്ച്വലി 25% AHA, 2% BHA, 5% PH ഇത് മൂന്നുമാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇത് വീക്ക്ലി ട്വൈസ് ആണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. മുന്നേയൊക്കെ ഞാനാണെങ്കിൽ ഫിസിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ്, അതായത് വാൾനട്ട്, കോഫി പൗഡർ ഇങ്ങനെയൊക്കെയുള്ള എക്സ്ഫോളിയേറ്റേഴ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ നിർത്തിയിട്ട് ഞാൻ പിന്നെ സ്വിച്ച് ചെയ്തതാണ് പിൽഗ്രിമിന്റെ. ആദ്യം ഞാൻ മിനിമലിസ്റ്റിന്റെ എക്സ്ഫോളിയേറ്റിംഗ് സെറമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മുടെ പിഗ്മെന്റേഷൻ റിഡ്യൂസ് ചെയ്യാനും സ്കിന്നിന് ബ്രൈറ്റ്നെസ് തരാനും എല്ലാം ഇത് ഹെൽപ്ഫുൾ ആണ്. ഈ AHA, BHA, PH സൊല്യൂഷൻ. ഇതിന്റെ എക്സ്ഫോളിയേറ്റിംഗ് ലോഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പീലിംഗ് സൊല്യൂഷൻ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. എനിക്ക് ഇവിടെ മെലാസ്മ പോലെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ എക്സ്ഫോളിയേറ്റിംഗ് ലോഷൻ ആയാലും മേടിച്ച് യൂസ് ചെയ്താൽ മതി. നമ്മൾ ഏതൊരു കെമിക്കൽ പീലായാലും ഏത് പ്രോഡക്റ്റ് ആയാലും യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും. ഇത് നല്ലപോലെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് മൂക്കിലൊക്കെ ഭയങ്കരമായിട്ട് വൈറ്റ് ഹെഡ്, ബ്ലാക്ക് ഹെഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇത് റെഡ്യൂസ് ചെയ്യാനും പോസിനകത്ത് അഴുക്ക് കയറിയിരിക്കുന്നതും സെബം കയറിയിട്ടൊക്കെ പിമ്പിൾസ് ഒക്കെ വരുന്നത് ഇത് റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. എന്റെ പിഗ്മെന്റേഷൻ റിഡ്യൂസ് ചെയ്യാനും കഴുത്തിലും മുട്ടിലും കാലിലും ഒക്കെ ഉള്ള പിഗ്മെന്റേഷൻ റിഡ്യൂസ് ചെയ്യാനും എന്നിട്ട് ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആയിരുന്നു. നിങ്ങൾ എപ്പോഴും ഫിസിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾ നിർത്തിയതിനു ശേഷം ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇതിന്റെ ഫാൻ ആവും. അത് കഴിഞ്ഞ് ഞാൻ ട്രൈ ചെയ്തതാണ് കെമിസ്റ്റ് പ്ലേയുടെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ്. ഇതിൽ ലാക്റ്റിക് ആസിഡും വൈറ്റമിൻ ഇയും സാലിസിലിക് ആസിഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്താൽ ഉടനെ തന്നെ ഒരു റിസൾട്ട് കിട്ടുമെന്നല്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ബാക്ക് ആക്നെ റിഡ്യൂസ് ചെയ്യും, സ്കിന്നിലുള്ള പിഗ്മെന്റേഷൻ റിഡ്യൂസ് ആവും, നമ്മുടെ സ്കിന്നിൽ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ തരും. പിന്നെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ പോകെ നമുക്ക് നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റും. പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു
സൺസ്ക്രീൻ ആണ് ഡോക്ടർ ഷീത്തിന്റെ വൈറ്റമിൻ സി പ്ലസ് സെറമൈഡ് സൺസ്ക്രീൻ. അത് ഫേവറേറ്റ് ആണ് ഇപ്പൊ. ആക്ച്വലി ഇതാണ് ഞാൻ ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ, നിങ്ങൾ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ കൂടി നല്ലൊരു പോൺസിന്റെ ജെൽ ബേസ്ഡോ ഏത് മോയ്സ്ചറൈസർ ആണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള അത് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. വീട്ടിൽ നിന്നാലും ടാൻ വരും ഗൈസ്. അതുകൊണ്ട് പറഞ്ഞാലും എനിക്ക് ഒരു വാക്കുകളില്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് വിഷ് കെയറിന്റെ AHA/BHA ബോഡി ലോഷൻ. ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അത്രയ്ക്ക് സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കും, എക്സ്ഫോളിയേറ്റ് ചെയ്യിപ്പിക്കും. നിങ്ങളെ സ്കിന്നിലെ കളറിനെ മാറ്റും ഈ ഒരു പ്രോഡക്റ്റ്. ഞാനിപ്പോൾ ആക്ച്വലി ഇത് അണ്ടർആംസിലും ട്രൈ ചെയ്യുന്നുണ്ട്. അണ്ടർആം പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ പ്രോഡക്റ്റ്. ഡെയിലി നമ്മൾ യൂസ് ചെയ്യണം. ഒരു 1-2 months ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. കുളിച്ചതിന് ശേഷം വെറ്റായിട്ടുള്ള ബോഡിയിൽ ഫുൾ ബോഡി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മുഖത്ത് അപ്ലൈ ചെയ്തത് ഇത് ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 1 to 2 months കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് ഒരു ചേഞ്ച് കിട്ടും. അണ്ടർആംസിലെ പിഗ്മെന്റേഷൻ ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് അറിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയാലും പിഗ്മെന്റഡ് ആവും. ഡ്രൈനെസ് പിഗ്മെന്റേഷൻ ഒരു കാരണമാണ്. കഴിവതും നിങ്ങൾ സ്കിന്നൊക്കെ നല്ലൊരു ബോഡി ലോഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് നല്ല ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെച്ചേക്കുക. അപ്പോഴേ നമുക്കൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടുള്ളൂ. ഒരിക്കലും ഒരു ദിവസം കൊണ്ടൊന്നും നമ്മുടെ സ്കിന്നോ ബോഡിയോ ഒന്നും ബെറ്റർ ആവില്ല. ഡെയിലി നമ്മൾ ഇതെല്ലാം ചെയ്താൽ മാത്രമാണ് നമ്മുടെ സ്കിന്നിന് ഒരു വ്യത്യാസം കിട്ടുക. ഈ പ്രോഡക്ട്സിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ എന്റെ ബയോയില് വിഷ് ലിങ്കിൽ ഉണ്ടാവും. അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും പ്രോഡക്ട്സ് മസ്റ്റ് ബൈ ആണ്. ഇത് നിങ്ങളുടെ ലിപ്സിന്റെ പിഗ്മെന്റേഷൻ മാറ്റാനും, ഇത് നിങ്ങളുടെ ബോഡി ഡെയിലി എക്സ്ഫോളിയേറ്റ് ചെയ്യാനും, ബാക്ക് ആക്നെ അതുപോലെയുള്ള സ്കിന്നിലുള്ള പിഗ്മെന്റേഷൻ എല്ലാം റെഡ്യൂസ് ചെയ്യാനും ഇത് നല്ലതാണ്. ഇത് നിങ്ങളുടെ ബോഡിയിൽ ഫുൾ ബോഡി ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുക. ഡെയിലി യൂസ് ചെയ്യേണ്ട ഇത് മൂന്നും നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. വിഷ് കെയറിന്റെ ഈ ബോഡി ലോഷൻ, ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ്, ഈ ലിപ് ബാം, ഇത് വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്താൽ മതി. യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.